Hello students, welcome to Maths class for 9th standard. Today we are discussing about chords or equal chords. Equal chords നെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. രണ്ട് chords ഒരു സർക്കിളിലെ രണ്ട് chords അത് ഈക്വൽ ലെങ്ത് ആയാൽ അല്ലെങ്കിൽ ഈക്വൽ measurement ayal, what we can say. So here there are two chords PQ and AB. They are equal length, 4.2 and 4.2 here. Now AB and PQ are two equal chords. CF is perpendicular to PQ. CD is perpendicular to AB. രണ്ട് പെർപെൻഡിക്കുലേഴ്സ് വരക്കുന്നു സെൻട്രൽ നിന്നും. ഒന്ന് CF എന്നും മറ്റേത് CD എന്നും പറയും. കൺസിഡർ ട്രയാങ്കിൾ CBD ആൻഡ് CQF. ഈ സിയും ബിയും ജോയിൻ ചെയ്യുന്നു, സിയും ക്യൂയും ജോയിൻ ചെയ്ത് രണ്ട് ട്രയാങ്കിൾ കിട്ടുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിലും QF എന്ന് പറയുന്നത് PQ/2 ആയിരിക്കും. QF എന്നുള്ളത് PQ/2 ആണ്. കാരണം the perpendicular from the center of a circle to a chord bisects the chord. ഇത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇതിൻ്റെ ഒരു കോഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ആ പെർപെൻഡിക്കുലർ കോഡിനെ ഈക്വലായി ഡിവൈഡ് ചെയ്യും. സോ ഈ QFൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് PQൻ്റെ ഹാഫ് ആയിരിക്കും. സിമിലർലി ഇവിടെ BDയുടെ ലെങ്ത് എന്ന് പറയുന്നത് ABയുടെ പകുതിയായിരിക്കും. സോ QF ആൻഡ് BD ആർ ഈക്വൽ. അതുകൊണ്ട് നമുക്ക് പറയാം QF എന്ന് പറയുന്നത് PQൻ്റെ പകുതിയാണ്, BD എന്ന് പറയുന്നത് ABൻ്റെ പകുതിയാണ്. PQയും ABയും ഈക്വൽ ആണ്. അതുകൊണ്ട് QFും BDയും ഈക്വൽ ആണ്. ദെൻ BC ആൻഡ് QC ആർ ഈക്വൽ. BC എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ ഒരു റേഡിയസ് ആണ്. QC എന്ന് പറയുന്നതും ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അതുകൊണ്ട് അത് രണ്ട് ഈക്വലാണ്. ഇപ്പോൾ രണ്ട് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അതിൻ്റെ ബേസസ് ഈക്വൽ ആണ്, അതേപോലെ അതിൻ്റെ ഹൈപ്പോട്ടിനസ് ഈക്വൽ ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ്സും ഈക്വൽ ആയിരിക്കും. ഹൈറ്റ്സ് എന്ന് പറയുന്നത് CDയും CFും ഈക്വൽ ആയിരിക്കും. സോ CF ആൻഡ് CD ആർ ഈക്വൽ. So we are getting here chords at the same distance from the center are of the same length. രണ്ട് കോഡ് ഈക്വൽ ആണെങ്കിൽ, ലെങ്ത് ഈക്വൽ ആണെങ്കിൽ അത് സെൻറ്ററിൽ നിന്ന് ഒരേ അകലത്തിലായിരിക്കും, ഒരേ ഡിസ്റ്റൻസിലായിരിക്കും സെൻറ്ററിൽ നിന്ന്. ഈ PQ എന്ന് പറയുന്ന കോഡ് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് CFും AB എന്ന കോഡ് സെൻട്രൽ നിന്നുള്ള ഡിസ്റ്റൻസ് CDയും ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. എപ്പോഴാണ്? വെൻ PQ ആൻഡ് AB ആർ ഈക്വൽ. കോൺവേഴ്സ് ആൾസോ ട്രൂ. ഇതിൻ്റെ കോൺവേഴ്സും ശരിയാണ്. സെൻട്രൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഈ CFും CDയും ഈക്വൽ ആണെങ്കിൽ ABയും PQയും ഈക്വൽ ആയിരിക്കും. സെൻട്രലിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള രണ്ട് കോഡുകൾ, ആ രണ്ട് കോഡുകളുടെ ലെങ്ത്ത് എപ്പോഴും ഈക്വൽ ആയിരിക്കും. ദാറ്റ്സ് എ കോൺവേഴ്സ് ഓഫ് ദിസ് വൺ. Next one is diameter of a circle. So here in this figure we can see a circle with center O and more chords are drawn. ഒരു O സെൻട്രൽ സർക്കിളിൽ കുറേ കോഡ്സ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഒരുപാട് കോഡ്സുകളുണ്ട്. ഈ കോഡ്സിൽ
നോക്കിയാൽ ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത്ത് കൂടി വന്ന് എ ബിയിലെത്തുമ്പോൾ ലെങ്ത്ത് മാക്സിമമായി, പിന്നെ താഴോട്ട് വരുന്തോറും ലെങ്ത്ത് കുറഞ്ഞു വരും. ഇപ്പോൾ ഒരു സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലാർജസ്റ്റ് കോഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഡയാമീറ്റർ ആയിരിക്കും. ദാറ്റ്സ് ദ ഡെഫിനിഷൻ ഓഫ് എ ഡയാമീറ്റർ. ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ ആർ കോഡ്സ് through the center of the circle and they are also the longest chords. ഇപ്പോൾ ഒരു സർക്കിളിന് എത്ര ഡയമീറ്റർ വരയ്ക്കാൻ പറ്റും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമീറ്റേഴ്സ് വരയ്ക്കാം. ഇതേ സർക്കിളിൽ തന്നെ ഈ സെൻറ്ററിലൂടെ പോകുന്ന ധാരാളം കോഡ്സ് നമുക്ക് വരയ്ക്കാം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡയമീറ്റേഴ്സ് വരയ്ക്കാൻ പറ്റും. Now the length of a chord. എങ്ങനെയാണ് ഒരു കോഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്? ഇവിടെ ഒരു കോഡുണ്ട് എ ബി. സി എന്ന് പറയുന്ന സെൻറ്ററാണ്. സെൻറ്ററിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട് സി ഡി. ബി സി എന്ന് പറയുന്നത് ഈ സർക്കിളിൻ്റെ റേഡിയസ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, ട്രയാങ്കിൾ ബി സി ഡി. ഡി ബി എന്ന് പറയുന്നത് എ ബിൻ്റെ ഹാഫാണ്. ബി ഡിയുടെ നീളം എ ബിൻ്റെ പകുതിയായിരിക്കും. ഇനി ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുത്താൽ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് സ്ക്വയർ സി ഡി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ആയിരിക്കും. ഹൈറ്റിൻ്റെ സ്ക്വയർ പ്ലസ് ബേസിൻ്റെ സ്ക്വയർ ആയിരിക്കും പൈതഗോറസ് തിയറം പ്രകാരം. സോ ഇൻ എ സർക്കിൾ the square of radius is the sum of the square of half of the chord and square of the perpendicular from the center. അതായത് ഇവിടെ പറയുന്നത് സ്ക്വയർ ഓഫ് ദ റേഡിയസ്, അതായത് ബി സിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് സീഡിൻ്റെ സ്ക്വയറും, സീഡിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറും, ബീഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ ഹാഫിൻ്റെ സ്ക്വയർ. അപ്പോൾ കോഡിൻ്റെ പകുതിയുടെ സ്ക്വയറും ഈ പെർപെൻഡിക്കുലറിൻ്റെ സ്ക്വയറും കൂട്ടിയാൽ നമുക്ക് റേഡിയസിൻ്റെ സ്ക്വയർ കിട്ടും. ദിസ് ദ വേ വി ക്യാൻ ഫൈൻഡ്. അപ്പോൾ ഇതിൽ ബി സിൻ്റെ ലെങ്ത് അറിയാം, സി ഡിൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്ക് ഈ കോഡിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. എത്ര ആയിരിക്കും ആ കോഡിൻ്റെ ലെങ്ത് എന്നുള്ളത് ഇത് യൂസ് ചെയ്ത് കണ്ടെത്തും. So there is a question here regarding that one. The distance between the end of piece of a bangle. Bangle എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വള. ആ വളയുടെ ഒരു പീസ്, ആ പീസിൽ അതിൻ്റെ ഡിസ്റ്റൻസ്, എൻഡ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 4 സെൻറ്റിമീറ്ററാണ്. ഈ സൈറ്റ്, ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ ബാങ്കിൾ? അങ്ങനെയാണെങ്കിൽ ഈ ബാങ്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇപ്പോൾ ഒരു ബാങ്കിളിൻ്റെ പീസേ നമുക്ക് തന്നിട്ടുള്ളൂ, ബാങ്കിൾ കംപ്ലീറ്റ് ഇല്ല. അപ്പോൾ അതുപയോഗിച്ച് അതിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അതിൽ തന്നിട്ടുള്ളത് 2 എൻഡും തമ്മിലുള്ള ഡിസ്റ്റൻസ് 4ഉം അതിൻ്റെ ഹൈറ്റ്, പീസിൻ്റെ ഹൈറ്റ് എന്നുള്ളത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഈ സി ക്യൂ വരക്കുന്നു. സി ക്യൂ എന്ന് പറയുന്നത് റേഡിയസ് ആണ്, ആർ. പിന്നെ ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുന്നു ഈ പി ക്യൂ എന്ന കോഡിലേക്ക്. അതിവിടെ ബി എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യും. ഇവർ വി നോ എ ക്യൂ ഈസ് ഹാഫ് ഓഫ് പി ക്യൂ. പി ക്യൂവിൻ്റെ ഹാഫ് ആയിരിക്കും എ ക്യൂ എന്ന് പറയുന്നത്. പി ക്യൂ എന്നുള്ളത് 4ആണ്. അപ്പോൾ ഹാഫ് ഓഫ് 4 എന്നുള്ളത് 2 സെൻറ്റിമീറ്റർ. സോ ദ ലെങ്ത് ഓഫ് എ ക്യൂ, ദിസ് എ ക്യൂ ഈസ് 2. ആൻഡ് ദിസ് വൺ എ സി ഈസ് ബി സി മൈനസ് എ ബി. ബി സി ഈസ് ദ റേഡിയസ് R. So R minus AB is 1 centimeter, the same. So we get the
CQ equal to R, then AC equal to BC minus AB R minus 1. So here AC is R minus 1. So R minus 1, R2. They form a right angle triangle. So we can write here R square is equal to CQ square is equal to AC square plus AQ square, and R square equal to, this one is R minus 1 square plus 2 square. Now elaborate this one, R minus 1 square. R square equal to R square minus 2R plus 1 square plus 2 square equal to 4. This one is x minus y whole square, x square minus 2xy plus y square, R square minus 2 into R into 1 minus plus 1 square. So take this R square left side, minus 2R also left side. So R square minus R square plus 2, this become plus 2R. 2R equal to 1 plus. R square minus R square is 0. So 2R equal to 1 plus 4 is 5. So R equal to 2R is 5. R is half of 5. That is 2.5. So the radius of the bangle or radius of the circle is equal to 2.5 centimeter.